ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. സീഡ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചീസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പിസ്താഷ്യോ ചീസ് കേക്കാണ്. വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ചീസ് കേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കുന്നതിന് നമുക്ക് ബിസ്ക്കറ്റ് വേണം. ബിസ്ക്കറ്റ് ഇതിൻ്റെ താഴെ ലെയറായിട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ, ബിസ്ക്കറ്റിൻ്റെ ലെയർ. അപ്പോൾ ഞാൻ ഈ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഒരു 10-12 ബിസ്ക്കറ്റ് എടുത്തതിന് പൊടിച്ചിട്ടുണ്ട്. മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മേരി ബിസ്ക്കറ്റ് ആണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ക്രീമില്ലാത്ത ഏത് ബിസ്ക്കറ്റും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ബട്ടർ മെൽട്ടാക്കി ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടർ മെൽട്ടാക്കി എടുത്തിരുന്നു. അപ്പോൾ അത് ഞാനിതിൽ മിക്സാക്കി എടുക്കാം കേട്ടോ ബിസ്ക്കറ്റിൽ. എന്നിട്ട് നമുക്കിത് നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രത്തിൽ നമുക്കിത് സെറ്റാക്കി എടുക്കണം ഈ ബിസ്ക്കറ്റ് കേട്ടോ. അപ്പോൾ ഞാൻ എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത്, ചീസ് കേക്ക്. അപ്പോൾ അതിന് പറ്റിയൊരു പാത്രമാണ് ഞാൻ എടുത്തത്. ഒരു അലുമിനിയത്തിൻ്റെ പാത്രത്തിൽ ഞാൻ ബട്ടർ പേപ്പർ വിരിച്ച് അതിൽ കുറച്ച് ബട്ടറും തടവിയതിന് ശേഷമാണ് ഞാൻ ഈ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തത് കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വെക്കണേ. നമുക്കിത് കട്ട് ചെയ്യുമ്പം അങ്ങനെ പൊടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നമ്മൾ കേക്ക് റെഡി ആകുമ്പോഴേക്കും, നമ്മൾ ബാറ്റർ റെഡി ആകുമ്പോഴേക്കും നമ്മളിതൊന്ന് ഫ്രിഡ്ജിലൊന്ന് സെറ്റാകാൻ വെക്കണം. നന്നായിട്ട് പ്രസ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ ആദ്യം ഒന്ന് സ്പൂൺ കൊണ്ട് പ്രസ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ചീസ് കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഈ ബിസ്ക്കറ്റിൻ്റെ അതങ്ങ് പൊടിഞ്ഞു പോകുമ്പോൾ കട്ട് ചെയ്യാൻ കറക്റ്റ് കിട്ടില്ല. അതാണ് കേട്ടോ, താഴെ ലെയറായിട്ട് വരുന്നതാണിത്. അത് ചെറിയൊരു ലെയറായിട്ടാണ് ഞാൻ കൊടുത്തത്. കൂടുതൽ ലെയർ വേണമെങ്കിൽ കുറച്ചുകൂടി ബിസ്ക്കറ്റ് എടുത്തിട്ട് ആക്കിയാൽ മതി കേട്ടോ. എനിക്കിപ്പോൾ അധികം ബിസ്ക്കറ്റിൻ്റെ ലെയർ ഇഷ്ടമല്ല വിലക്ക്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാം. ഞാനിതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക്. ഇതിലേക്ക് ഞാനിങ്ങനെ സ്ക്വയർ ആയിട്ടുള്ള ക്രീം ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു 8 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. 8 എണ്ണം എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റർ വെച്ചിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വരികയും വേണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഒരു 2 മിനിറ്റ് അത്ര മതി ഒന്നിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി നന്നായിട്ട് കണ്ടോ, ക്രീമൊക്കെ അലിഞ്ഞ് ഇതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടിന്ന് കിട്ടുന്ന ക്രീം ചീസാണെങ്കിലും കുഴപ്പമില്ല, 5 ടേബിൾ സ്പൂൺ അതിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് വെനില എസൻസ് ഒഴിച്ച് കൊടുക്കുക, 1 ടീസ്പൂണ്. എൻ്റെ കയ്യിൽ പൗഡറാട്ടോ ഉള്ളത്, ഞാനപ്പോൾ പൗഡറാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ, കാരണം നമുക്ക് ക്രീം ചീസിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതുകൊണ്ട് അതിൽ ഉപ്പിൻ്റെ ആവശ്യമില്ല നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ, ബാറ്റർ ഉണ്ടാക്കുമ്പോൾ കേട്ടോ. ഇനി നമുക്ക് 1/8 ഓരോരോ മുട്ട ചേർത്ത് കൊടുക്കുക. 2 മുട്ടയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു മുട്ട ചേർത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്ത് മിക്സാക്കി എടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു മുട്ട ഇട്ടിട്ട് വീണ്ടും മിക്സാക്കി എടുക്കുക വേണ്ടത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. നമ്മൾ കേക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ക്രീം ചീസാണ് നമ്മൾ കൂടുതൽ ഇതിലിട്ടത്, അതുകൊണ്ട് അതിൻ്റെ ഒരു ടെക്സ്ചറായിട്ട് വരികയാണ്. ടെക്സ്ചറായിട്ട് ഇത് വരിക കേട്ടോ ചീസ് കേക്ക്. അപ്പോൾ അതാ അടുത്ത മുട്ടയിലിട്ടിട്ട് ഞാനൊന്നുകൂടി മിക്സ് ആക്കട്ടെ കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ പിസ്താച്ചിയോൻ്റെ ഒരു ക്രീമാണ്. ഞാൻ പിസ്താച്ചിയോൻ്റെ ക്രീം ഇങ്ങനെ ഒരു ബോട്ട് ഇങ്ങനെ വാങ്ങിയതാണ് കേട്ടോ ടിന്നിൽ. അപ്പം നമുക്ക് ഞാനിപ്പോൾ ഇത് ദുബായിൽ നിന്ന് എടുത്ത വീഡിയോ ആണ്. ഞാനിപ്പോൾ നാട്ടിലാണുള്ളത്. അപ്പോൾ അന്നത്തെ വീഡിയോ ഞാനിപ്പോൾ സ്റ്റെപ്പ് ചെയ്തിടുകയാണ്. അപ്പോൾ അവിടുന്ന് വാങ്ങിയായിരുന്നു കടയിൽ നിന്ന്. അപ്പോൾ ഞാൻ അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇങ്ങനെ ടിന്നിലുള്ള ക്രീം ഇല്ലെങ്കിൽ പിസ്താച്ചിയോ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് ഒരു 1/2 കപ്പ് എടുത്ത് വറുത്ത് മിക്സിയിൽ പൊടിച്ചെടുക്കുക. നന്നായിട്ട് പൊടിച്ചതിന് ശേഷം നമ്മളതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഇട്ടിട്ട് അതൊരു ക്രീം പോലെ ആക്കി എടുത്തിട്ട് നിങ്ങൾക്കിതിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂണാണ് ഇതിൽ ആഡ് ചെയ്തത് പിസ്താച്ചിയോടെ ക്രീം. അപ്പോൾ അത്രയേ ഉള്ളൂ. അതില്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ആ പച്ച കളറൊക്കെ കിട്ടും. അതിൻ്റെ ആ തൊലിമ നന്നായിട്ട് പച്ചന്നെങ്കിൽ അത് പച്ച കളർ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ടിന്നിൽ വാങ്ങിയതുകൊണ്ട് നല്ല ഗ്രീനായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ ഞാൻ അതാക്കുന്ന 2.5 ടേബിൾ സ്പൂണ് ഈ പിസ്താച്ചിയുടെ ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടി മതി കേട്ടോ. മൈദപ്പൊടി ഇതിൽ കൂടുതൽ വേണ്ട. പറഞ്ഞാൽ ക്രീം ചീസിൻ്റെ ഇതാണ് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ആക്കി എടുക്കുക. ഈ മൈദയും പിസ്താച്ചിയുടെ ക്രീമും നന്നായിട്ട് മിക്സായി കിട്ടണം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കുക വേണ്ടത്. അപ്പോൾ ഒന്ന് എയർ ഫെയർ 3 മിനിറ്റ് ഒന്ന് ചൂടാക്കണം കേട്ടോ. ആദ്യം ഒന്ന് ചൂടാക്കി വെക്കണേ. നമ്മൾ മിക്സ് ആക്കുമ്പോൾ ഒന്ന് ചൂടാക്കി വെച്ചാൽ മതി എയർ ഫെയർ. എന്നിട്ട് നമുക്ക് അതിൽ വെച്ച് കൊടുത്താൽ മതി.
അപ്പോൾ അത് ഞാനത് മിക്സ് ഇതാക്കുന്ന ഞാൻ ഫ്രിഡ്ജിൽ വെച്ച ബിസ്ക്കറ്റിൻ്റെ ആ പാത്രം എടുക്കുകയാണ്. നമ്മളെ ബേക്ക് ചെയ്യുന്ന പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഈ ബാറ്റർ. അപ്പോൾ ഈ രീതിയിലാണ് ഉണ്ടാവുക. 2 മുട്ടയും 1.5 ടേബിൾ സ്പൂൺ മൈദയാണ് നമ്മളിതിൽ ആഡ് ചെയ്തത്. ഇനി ഇതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഞാനിത് എയർ ഫ്രൈയിൽ വെക്കാൻ പോവുകയാണ്. എയർ ഫ്രൈയിൽ വെക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കുക. എയർ ഫ്രയർ 160യിലാണ് ഞാൻ വെച്ച് കൊടുത്തത്. 160യിൽ ഒരു 25 മിനിറ്റ് ആണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ അതാ ഞാൻ വെക്കുകയാണ്. അപ്പോൾ 160യിൽ മതി കേട്ടോ, അതിൽ കൂടുതൽ വെക്കണ്ടേ. നമ്മൾ ഓവനിലൊക്കെ ബേക്ക് ചെയ്യുകയാണെങ്കിൽ 180 വെച്ചിട്ട് നിങ്ങൾ ചെയ്തോളി. ഇതിൽ എയർ ഫ്രയറിലേക്ക് കറക്റ്റായി കിട്ടിയത് 160യിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് 25 മിനിറ്റ് എടുത്ത്. അപ്പോൾ അത് കട്ട് ചെയ്തിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് കണ്ടൻസ് മിൽക്കിൽ കുറച്ച് നമ്മൾ ആ പിസ്താച്ചിയുടെ ക്രീമോട് മിക്സ് ആക്കിയിട്ട് മുകളിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിരുന്നു ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു മധുരമോ അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കയ്യിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ല അങ്ങനെ തന്നെ കട്ട് ചെയ്ത് കഴിക്കുക. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയത് നല്ലൊരു പുഡിങ് പോലത്തെ ഒരു കേക്കാണ്, ക്രീം ചീസ് കേക്ക്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ പറയുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോയത്. എൻ്റെ മറ്റു വീഡിയോകളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഓരോ കമൻസും ഇതൊക്കെയാണ് നമ്മളൊരു പ്രചോദനം. ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരാം. ബായ്.